ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവ് തരുന്ന ഈ അവസരത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ഏറ്റെടുക്കുകയും കർത്താവിൻ്റെ വചനത്തിലേക്ക് നോക്കി ഇന്ന് നാം കേൾക്കേണ്ട ദൈവാലോചനയ്ക്കായി കർത്താവിനോട് പ്രാർത്ഥിക്കുകയും അത് നിമിത്തം പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ബോധിപ്പിച്ച ഒരു ദൈവിക ആലോചന ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ച് നിങ്ങളെ ബോധിപ്പിക്കാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. അതിനു മുമ്പ് നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തെ ഞാൻ വീണ്ടും വീണ്ടും സ്തുതിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തർക്കും വേണ്ട ദൈവാലോചന മനസ്സിൻ്റെ മുറിവ് കെട്ടുന്ന അന്നന്നത്തെ ഭാരങ്ങൾ മാറ്റിക്കളയാൻ കഴിയുന്ന നമ്മുടെ മുമ്പിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കല്ല് കടിക്കുന്ന വിഷയം പോലെ ഭാരമുളവാക്കുന്ന വിഷയങ്ങളെ എടുത്തു കളയാൻ ഉതകുന്ന ദൈവത്തിൻ്റെ വചനം കർത്താവ് തരുന്നു. അതനുഭവിക്കുന്ന ഒത്തിരി പേർ ഈ വചന കേൾവിയിൽ, ഈ കണ്ണിയിലുണ്ട്. ഒരിക്കൽ കൂടി നമ്മുടെ ഇന്നത്തെ ആവശ്യമനുസരിച്ച് നമുക്ക് ഉപദേശം തരട്ടെ, ബലം തരട്ടെ, ദൂത് തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി മഹാദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ആലോചനയ്ക്ക് ആധാരമായ വേദവാക്യം സദൃശ്യവാക്യങ്ങളിൽ നിന്നാണ്. 4-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഞാനിന്ന് വായിച്ച് കേൾപ്പിക്കാം. സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിൻ്റെ ചെവി ചായ്ക്കുക. അവ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വയ്ക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു. ആ 22-ാം വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കട്ടെ. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവും ആകുന്നു. സദൃശ്യവാക്യത്തിലെ പല വാക്യങ്ങളും ശ്രദ്ധയോടെ വായിച്ചാൽ ഒരു മനുഷ്യനെ അടുക്കലേക്ക് വിളിച്ചിട്ട് അവൻ്റെ ജീവിതം രക്ഷപ്പെടാനും നന്നാവാനും വേണ്ടി കൊടുക്കുന്ന സതുപദേശങ്ങൾ കണക്കെ ഒത്തിരി കാര്യങ്ങൾ ഒരു ജ്ഞാനി, അറിവുള്ളവൻ സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ. അങ്ങനെയാണല്ലോ സദൃശ്യവാക്യം. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ തൻ്റെ ജ്ഞാനത്തിൽ നിന്ന് എഴുതിയതാണല്ലോ. അതുകൊണ്ട് തന്നെ അടുക്കൽ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്ന സാരോപദേശങ്ങൾക്ക് തുല്യമാണ് സദൃശ്യവാക്യത്തിലെ പല ഭാഗങ്ങളും. ഈ പുസ്തകം അവഗണിക്കരുത്. നിങ്ങളിത് വായിക്കണം, ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാം. വചന കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു ഭാഗമാണ് 20 മുതൽ 22 വരെ എഴുതിയിരിക്കുന്നത്. വചനത്തെ, ദൈവവചനത്തെ എങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുക? അത് ഈ വാക്യത്തിൽ മാത്രമൊന്നുമല്ല കേട്ടോ. ബൈബിളിൽ ഉടനീളം ചതറിക്കിടക്കുന്നൊരു വിഷയമാണ് വിശുദ്ധ ബൈബിൾ. അതെങ്ങനെ സാധാരണക്കാരായ മനുഷ്യർക്ക് അനുദിന ജീവിതത്തിൽ അല്ല, നാം അനുഭവിക്കുന്ന വിഷയങ്ങളിൽ ദൈവവചനം എങ്ങനെ പ്രയോജനപ്പെടും, എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ അനേക ഭാഗങ്ങളിൽ വചനത്തെ നാം കൈകാര്യം ചെയ്യുകയും സ്വീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത്തരത്തിലൊരു ഭാഗമാണ് ഈ വായിച്ചത്. ഇവിടെ മകനെ എന്ന് വിളിച്ചിട്ട് പറയുക, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ വയ്ക്കുക, വചനം ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ മൊഴികൾക്ക് നിൻ്റെ ചെവി ചായ്ക്കുക, ഈ തിരുമൊഴികൾക്ക് ചെവി ചായ്ക്കുക. നിൻ്റെ ദൃഷ്ടിയിൽ നിന്നത് മാറിപ്പോകരുത്. നിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അതിനെ സൂക്ഷിച്ചു വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ നാം ചെയ്യേണ്ടതാണ്. ബൈബിൾ ഒരെണ്ണം മേടിച്ച് കയ്യിൽ വയ്ക്കുക എന്നുള്ളതല്ല. ബർത്ത്ഡേക്ക് കൊച്ചിനൊരു ബൈബിൾ മേടിച്ച് ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതുമല്ല. കൺവെൻഷനോ പ്രത്യേക സീസണിലോ നമ്മൾ വരുമ്പോഴെല്ലാം എല്ലാ കൊല്ലവും പുതിയ പുതിയ ബൈബിൾ മേടിച്ച് മാറി മാറി ഉപയോഗിക്കുക എന്നുള്ളതൊന്നുമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ വയ്ക്കണം. അതിനുവേണ്ടി ചെവി ചായ്ക്കണം. എപ്പോഴും തിരുവചനം, ബൈബിൾ മുമ്പിൽ വയ്ക്കണം എന്നല്ല കേട്ടോ. വചനം നമ്മുടെ മുമ്പിൽ, കണ്ണടച്ചാലും ദൈവത്തിൻ്റെ വചനം നമ്മുടെ അകക്കണ്ണുകൾക്ക് മുമ്പിൽ കാണണം. നമ്മുടെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ അർത്ഥം എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് നമ്മുടെ ഹൃദയം. മനുഷ്യ ശരീരത്തിൻ്റെ ശ്രീകോവിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവിടെ വേണം നീ വചനം സൂക്ഷിക്കാൻ. ബൈബിൾ അലമാരിയിൽ വെച്ചോ, ബാഗിനകത്ത് വെച്ചോ, പ്രാർത്ഥനാമുറിയിൽ വെച്ചോ
ഇതല്ല വിഷയം. അതല്ല ഈ പറയുന്നത്. ബൈബിളിനകത്തെ ദൈവത്തിൻ്റെ തിരുമൊഴികൾ അത് ഹൃദയത്തിൽ, ആ ഹൃദയത്തിൻ്റെ നടുവിൽ, ഹൃദയത്തിൻ്റെ ഒരു കോണിലല്ല, നടുവിൽ സൂക്ഷിക്കുക. അതിൻ്റെ സീരിയസ് മനസ്സിലാകുന്നു. അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അടുത്ത വാചകത്തിലാണ് ഇന്നത്തെ സന്ദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ത്രെഡ്. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യമാകുന്നു എന്ന്. ആ വാക്ക് കണ്ടോ? അവയെ കിട്ടുന്നവർക്ക് എന്നെഴുതിയതിൻ്റെ യുക്തി ഞാൻ കുറച്ച് നേരം ഇരുന്ന് ചിന്തിച്ചു. ഞാൻ വീണ്ടും ഒന്നോടെ ആവർത്തിക്കട്ടെ. ഒരു ബൈബിള് കിട്ടുന്നതല്ല ഈ വിഷയം. അപ്പം അവയെ കിട്ടുക എന്ന് പറയുന്നത് ഒരു സാധ്യതയാണ്, ഒരു ചാൻസാണ്. നമ്മളൊരു ദിവസം രാവിലെ ഇരുന്ന് ബൈബിൾ വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചു, പുതിയ നിയമത്തിൽ നിന്ന് ഒരു ഭാഗം വായിച്ചു, പഴയ നിയമത്തിൻ്റെ ഒരു ഭാഗം വായിച്ചു. അങ്ങനെയൊക്കെ വായിക്കുന്നവരുണ്ടല്ലോ. വായിച്ചു, മടക്കി വെച്ചു, വൈകുന്നേരം പിന്നെയും വായിച്ചു. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ പറയാം. ചില സന്ദർഭങ്ങളിൽ നാം ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ, നമുക്ക് തിട്ടമായൊരു അഡ്വൈസ് ഒരിടത്തുനിന്നും കിട്ടാതെ, ഇനി എൻ്റെ ജീവിതം ഈ കണ്ണീരിൽ തന്നെ തീരുമോ, ഈ നൊമ്പരങ്ങൾക്ക് എന്തെങ്കിലും അറുതി വരുമോ, ഞാനിനി കയ്പ് തന്നെ അനുഭവിച്ച് ജീവിച്ച് തീർക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള വലിയ ഭാരത്തിൽ ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക് പോകാതെ തിരുവചനം എടുത്തു വെച്ച് ദൈവസന്നിധിയിൽ വായിക്കുമ്പോൾ സംഭവിക്കാവുന്നൊരു കാര്യം ഞാൻ ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയട്ടെ. ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതാനുഭവത്തിന് പറ്റുന്ന വചനം നമുക്ക് കിട്ടും. 66 പുസ്തകങ്ങൾ ഈ ബൈബിളിനകത്തുണ്ടേ. 31,173 വാക്യങ്ങളെന്നാണ് പറഞ്ഞ്. അതിനപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ടെന്ന് ആൾക്കാർ പറയുന്നു. എന്തുവാകട്ടെ, അത്രത്തോളം വാക്യങ്ങളുണ്ട്. പക്ഷെ ഇത് നെഞ്ചുരുകി വായിക്കുമ്പോൾ ചിലപ്പോൾ ആ പ്രത്യേക സന്ദർഭത്തിലേക്കുള്ളൊരു വചനം, ആ ദിവസങ്ങൾ, ആ പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ വേണ്ടി ഒരു വചനം, അത് കിട്ടിയിട്ടുള്ളവർക്കറിയാം. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വചനം കിട്ടിയിട്ടുണ്ടോ? ഒരു വചന ശുശ്രൂഷയിൽ പോയിരിക്കുമ്പോൾ, തിരുവചനം വായിക്കുമ്പോൾ, ചിലപ്പോൾ ഈ 10 മിനിറ്റിൻ്റെ 12 മിനിറ്റിൻ്റെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ, നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ, ഇത് ഇന്ന് എനിക്ക് എൻ്റെ വിഷയത്തിന്, എൻ്റെ കുടുംബത്തിൻ്റെ ഭാരത്തിന് വേണ്ടി തന്നെ എഴുതിയ എനിക്കുള്ള വചനമാണെന്ന്? അത് നിങ്ങൾ റിസീവ് ചെയ്തിട്ടുണ്ടോ? നിനക്കത് കിട്ടിയിട്ടുണ്ടോ? പലപ്പോഴും വചനം തലയ്ക്ക് മീതെ കൂടെ കടന്നു പോവുക. നമ്മുടെ ചങ്കിന് നേരെ വന്ന് നമ്മുടെ ഉള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ വചനം കിട്ടിയാൽ അങ്ങനെ ഉണ്ട്. വചനം 10 മനപ്പാഠം പഠിക്കുന്നതല്ല. നമുക്കിഷ്ടമുള്ള കുറച്ച് വചനങ്ങൾ അടിവരയിടുന്നതോ അത് ഒരു പേപ്പറിനകത്ത് എഴുതി നമ്മൾ കാണുന്ന സ്ഥലത്ത് ഭിത്തിയിൽ ഒട്ടിക്കുന്നതും അല്ല. ഇതൊന്നുമല്ല. ഈ പുസ്തകത്തെ അനുഭവിച്ചറിയുകയും രുചിച്ചറിയുകയും ചെയ്യുന്നത് അതൊരു പ്രത്യേക കൃപയാട്ടോ ദൈവമക്കളെ. തിരുവചനത്തെ അതുപോലെ ശ്രദ്ധിക്കുകയും അതുപോലെ ചെവി കൊടുക്കുകയും അതുപോലെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകാതിരിക്കുകയും ഹൃദയത്തിന് നടുവിൽ അത് സൂക്ഷിക്കുകയും ചെയ്താൽ, അത് വാസ്തവത്തിൽ ഈ വാക്യം വരേണ്ടത് ദൈവത്തിൻ്റെ വചനം നമുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വ്യതയെക്കുറിച്ച് ദൈവമായ കർത്താവ് ഇതിനകത്തുനിന്ന് നമുക്ക് കൃത്യമായ വചനം തരും. ആ വചനത്തെ വേണം ശ്രദ്ധിക്കുകയും ചെവി കൊടുക്കുകയും ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകാതിരിക്കുകയും ഹൃദയത്തിൻ്റെ നടുവിലും വയ്ക്കാൻ. അങ്ങനെ നിനക്ക് വേണ്ടി ദൈവം ഇതിനകത്തുനിന്ന് എടുത്തു തരുന്ന ദൈവത്തിൻ്റെ വചനം അതങ്ങനെ സൂക്ഷിച്ചാൽ അത് ജീവനായി മാറും, സർവ്വദേഹത്തിനും സൗഖ്യമാകും. ഇതിനകത്ത് പോഷ്കെഴുതി വയ്ക്കത്തില്ലല്ലോ ഒരിക്കലും ദൈവം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം, നിൻ്റെ ദേഹത്തിൻ്റെ, സർവ്വദേഹത്തിനെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ശരീരത്തിൻ്റെ ആന്തരിക അവയവം, ഞരമ്പിലോ ആന്തരിക ഗ്രന്ഥികളിലോ കണ്ണിന് കാണാത്തൊരവയവത്തിലോ ഉദരത്തിലോ നെഞ്ചിലോ കാലിലോ അസ്ഥിയിലോ മജ്ജയിലോ തലച്ചോറിലോ എവിടെയുമാകട്ടെ, ശരീരത്തിൻ്റെ പുറത്ത് ത്വക്കിലോ വിരലിലോ എവിടെയുമാകട്ടെ, സർവ്വദേഹത്തിലും ഈ വചനം ശരിക്കും സൗഖ്യമായി മാറും, നമ്മളെ ജീവിപ്പിക്കും, ജീവനായി മാറും. വചനം കിട്ടുക എന്നൊരു വലിയ പ്രോസസ്സുണ്ട് കേട്ടോ.
ഒന്നുകൂടെ പറയുന്നു, ഡിസംബർ 31 രാത്രി നമുക്ക് ഞറുക്കിട്ട് കിട്ടുന്നത് പോലെ ഒരു പ്രിൻറ്റിങ് വേർഡ് നമ്മുടെ കയ്യിൽ കിട്ടിയത് ഉപകരിക്കത്തില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇന്ന് നിങ്ങൾ ഈ വാക്ക് കേട്ടിട്ട് ദൈവവചനം എടുത്ത് മടിയിൽ വെച്ച് കണ്ണുനീരോടെ കരഞ്ഞിട്ട്, എൻ്റെ ദൈവമേ, എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് ജീവിക്കണം, എനിക്ക് വേണ്ടി ഒരു വചനം താ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഒരു വചനം തരും. നിങ്ങൾക്ക് ആ വചനം കിട്ടും. നിങ്ങളാ സദൃശ്യവാക്യം എടുത്തൊന്ന് വായിച്ചേ, 22 വാക്യം. ഈ വചനം കിട്ടുന്നവർക്ക്, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ നാട്ടിലെ സകല വീട്ടിലും ബൈബിൾ കൊണ്ട് കൊടുക്കാം. അതവർ അലമാരിയിൽ വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ. പക്ഷെ ഇത് വായിക്കുന്നവന് വചനം കിട്ടും, ഇത് കേൾക്കുന്നവന് വചനം കിട്ടും. അത് കിട്ടിയാൽ നീ രക്ഷപ്പെട്ടു. സൗഖ്യം മുതൽ, സമാധാനം മുതൽ, സ്വസ്ഥത മുതൽ, ഉയർച്ച മുതൽ, വിജയം മുതൽ എല്ലാം വചനം അടിസ്ഥാനമാക്കി കിട്ടും. ഞാനിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. വചനം കിട്ടുന്നവരുടെ അനുഗ്രഹം അസാധാരണമാണ് ദൈവമക്കളെ. ഇനി മുതൽ വചനം വായിക്കുമ്പോൾ വായിച്ചു എന്നുള്ള സമാധാനത്തിന് വായിക്കരുത്. എനിക്ക് വചനം കിട്ടാൻ വേണ്ടി വായിക്കണം. അങ്ങനെ കിട്ടിയാൽ അത് ജീവനാകും, അത് സൗഖ്യമാകും, അത് അനുഗ്രഹമാകും, ഉയർച്ചയാകും. അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വചനം കിട്ടുന്നവർ, അങ്ങനൊരു വാക്ക് ഞങ്ങൾ കണ്ടു. ഞാൻ പറഞ്ഞതൊക്കെ ആളുകൾക്ക് മനസ്സിലായോ? ഇത്രത്തോളം പറഞ്ഞാൽ മതിയോ? ഒന്നും എനിക്കറിയില്ലപ്പാ. എന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ ഈ വാക്യത്തിൽ നിന്ന് പറഞ്ഞു. ഇത് ഗ്രഹിക്കാൻ പരിശുദ്ധാത്മാവ് തന്നെ കൃപ കൊടുക്കണേ. ഇതു നിമിത്തം ചിലർക്ക് ദൈവത്തിൻ്റെ വചനം കിട്ടണേ. കർത്താവേ, അടയപ്പെട്ട വാതിലുകൾ തുറക്കാൻ ഒരു താക്കോല് കിട്ടിയതുപോലെ ആയിരിക്കണമേ. അവരുടെ ശരീരത്തിനും ആത്മാവിനും മനസ്സിനും എല്ലാം ഭയങ്കര വിടുതലിന് കാരണമാകണമേ. സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ.